സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഈ തീരുമാനം അതിശക്തമായി നടപ്പാക്കാനാണ് യോഗത്തിന് ശേഷം ഉള്ള നീക്കങ്ങളിൽ പ്രധാനം. ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ ഇക്കാര്യത്തിൽ നടപ്പിലാക്കും. ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് ഒഴുക്കില്ല എന്നാണ് ജലവിഭവ മന്ത്രി CR പാട്ടീൽ പ്രതികരിച്ചത്. കൂടുതൽ വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നൽകും. ശ്രീനാഥ്, അപ്പോൾ സിന്ധു നദീജല കരാറിൽ കരാർ മരവിപ്പിച്ച ശേഷമുള്ള സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലയിരുത്തി. അത് കർശനമായി നടപ്പാക്കും. അതിന്മേൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകും. ഒരു ജലയുദ്ധം എന്ന മട്ടിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ പാകിസ്ഥാൻ ഒരുപക്ഷെ കൂടുതൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവുക സിന്ധു നദീജല കരാർ റദ്ദാക്കിയതാകാം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ GDP-യുടെ ഒരു പ്രധാന ഭാഗം സംഭാവന ചെയ്യുന്നത് സിന്ധു നദിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം കൊണ്ട് മുന്നോട്ട് നടക്കുന്ന കൃഷി, മറ്റു വ്യവസായങ്ങൾ, ഇതൊക്കെയാണ്. അതെല്ലാം നിന്ന് പോകുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല, ഈ നദിയെ ആശ്രയിച്ച് കഴിയുന്ന പാകിസ്ഥാനിലെ ജനങ്ങളൊക്കെ ഇതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതിനൊരു യുദ്ധമായി കാണുന്നു എന്നൊക്കെ പരസ്യമായി പറയുകയും അതിനെ ആ തരത്തിൽ നേരിടും എന്ന് വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി ഇന്നൊരു യോഗം ചേർന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ CR പാട്ടീൽ ഉണ്ടായിരുന്നു, ജലവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, ഒപ്പം വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉണ്ടായിരുന്നു. അജിത് ഡോവലിന്റെ കൂടി ഉപദേശങ്ങൾ ഈ യോഗത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് CR പാട്ടീൽ ഒരു തുള്ളി ജലം പോലും പാകിസ്ഥാൻ നൽകില്ല, വെള്ളം പൂർണ്ണമായി തടയുമ്പോൾ അതെങ്ങനെ ഇന്ത്യയുടെ ഭാഗത്ത് ഉപയോഗപ്പെടുത്തണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഹ്രസ്വകാല, അതായത് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട മെഷേഴ്സ്, നടപടികൾ, അതോടൊപ്പം ദീർഘകാലത്തിൽ എങ്ങനെയാണ് ഈ പദ്ധതി, ഈ ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ അത്തരം മെഷേഴ്സൊക്കെ തയ്യാറാക്കും എന്നതാണ് CR പാട്ടീൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ കൂടി പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവിധ രാജ്യങ്ങളെ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആവശ്യം, ഇന്ത്യ ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാടിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇന്ത്യ ആവട്ടെ മറ്റു രാജ്യങ്ങൾ, ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ ഈ ഘട്ടത്തിൽ ഉറപ്പാക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, നെതർലൻഡ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഈ വിഷയങ്ങളിൽ ഒരു പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയാവട്ടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നേരിട്ട് സഹായം ചെയ്യാം എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ മാരത്തൺ ചർച്ചകളായിരുന്നു S ജയശങ്കർ നടത്തിയത്. വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതികളുമായി ചർച്ച നടത്തി. സൗദി, അർജന്റീന, ഈജിപ്റ്റ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതികളുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇവരുടെയൊക്കെ പിന്തുണ ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നയതന്ത്ര തലത്തിൽ ഇത്തരം ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളുടെ, പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ആ ഘട്ടത്തിൽ ഇന്ത്യയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും വിജയകുമാർ. യെസ്, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തിരക്കിട്ട നീക്കങ്ങളുടെ പകലായിരുന്നു ഡൽഹിയിൽ. ഉന്നതതല യോഗങ്ങൾ, നയതന്ത്ര നീക്കങ്ങൾ, നയതന്ത്ര പിന്തുണ ആർജിക്കാനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ തന്ത്രപ്രധാനമായ യോഗങ്ങൾ, ഇതൊക്കെയാണ് ഈ പകലിൽ ഡൽഹിയിൽ ഉണ്ടായത്. അതൊക്കെ വിജയം കണ്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ നൽകുന്ന വിവരം.